ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എനിക്ക് കിട്ടിയ ഒരു കമൻറ്റിനുള്ള മറുപടിയാണ്. 2 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിവരിക്കാൻ പോകുന്നത്. ഒരമ്മ ചോദിച്ച ചോദ്യമാണ്. 2 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ ഡയറ്റ് പ്ലാനെ കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. ഡയറ്റ് പ്ലാൻ പറയുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പാല് മാത്രം കുട്ടിക്ക് കൊടുത്താൽ പോരാ. 2 വയസ്സിൽ മുലപ്പാലിനേക്കാൾ അല്ലെങ്കിൽ പശുവിൻ പാലിനേക്കാൾ പ്രാധാന്യം നമ്മൾ സോളിഡ് ഫുഡ്സിന് കൊടുക്കണം. കുഞ്ഞ് സ്വന്തമായി സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അടുത്തതായി, കുഞ്ഞിൻ്റെ വിശപ്പിനനുസരിച്ച് മാത്രം ഭക്ഷണം നൽകുക. നിർബന്ധിച്ച് കഴിപ്പിക്കരുത്. കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പും പഞ്ചസാരയും ഉപയോഗിക്കുക. പുറമേ നിന്നുള്ള ജങ്ക് ഫുഡ് ഒഴിവാക്കണം. എന്തൊക്കെ നൽകാം? പ്രോട്ടീൻ വേണം, കാൽഷ്യം വേണം, കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിന് ആവശ്യമായ വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം വേണം. പിന്നെ ഫ്രൂട്ട്സും അത്യാവശ്യമാണ്. പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എന്തൊക്കെയാണ്? മുട്ട, മീൻ, ചിക്കൻ, പരിപ്പ് വർഗ്ഗങ്ങൾ. കാൽഷ്യം അടങ്ങിയത് തൈര്, പാല്, ചീസ്. കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിന് വേണ്ടി ബദാം, കശുവണ്ടി, ഉണക്കമുന്തിരി. ഫ്രൂട്ട്സ് ആയിട്ട് നേന്ത്രപ്പഴം, ആപ്പിൾ, പപ്പായ എന്നിവ നൽകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രോട്ടീൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാം. പേശികളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതായത് കുഞ്ഞുങ്ങൾ ഓടാനും ചാടാനും തുടങ്ങുന്ന സമയമാണ്. അവരുടെ മസിലുകൾക്കും കോശങ്ങൾക്കും ബലം നൽകുന്നത് പ്രോട്ടീനാണ്. അടുത്തതായി, രോഗപ്രതിരോധ ശേഷിയാണ്. കുഞ്ഞുങ്ങൾക്ക് അടിക്കടി അസുഖം വരാതിരിക്കാൻ ആൻറ്റിബോഡീസ് നിർമ്മിക്കാൻ പ്രോട്ടീൻ അത്യാവശ്യമാണ്. പ്രോട്ടീൻ്റെ ഉറവിടമായ മുട്ട ദിവസവും കൊടുക്കാം, 1 വീതം. അടുത്തതായി, മുള്ളില്ലാത്ത മീൻ കൊടുക്കാം, ചിക്കൻ കൊടുക്കാം, പരിപ്പ്, പയർ വർഗ്ഗങ്ങൾ ഇവയെല്ലാം കുഞ്ഞിന് കൊടുക്കാം. മീൻ നൽകുമ്പോൾ മീനിന് മുള്ളില്ലെന്ന് ഉറപ്പാക്കണം. അടുത്തതായി, കാൽഷ്യത്തിൻ്റെ പങ്കാണ്. സ്ട്രോങ് ബോൺസിനും പല്ലുകളുടെ ആരോഗ്യത്തിനും കാൽഷ്യം അത്യാവശ്യമാണ്. എല്ലുകൾക്ക് ബലം, അതായത് കുഞ്ഞിൻ്റെ ഉയരം കൂടുന്ന സമയമാണിത്. എല്ലുകൾക്ക് നല്ല ഉറപ്പ് കിട്ടാൻ കാൽഷ്യം അത്യാവശ്യമാണ്. അടുത്തതായി, പല്ലുകളുടെ ആരോഗ്യമാണ്. പാൽപ്പല്ലുകൾ മാറി ഉറപ്പുള്ള പല്ലുകൾ വരാൻ കാൽഷ്യം സഹായിക്കും. കാൽഷ്യത്തിൻ്റെ ഉറവിടം പാലാണ്. ദിവസവും 2 ഗ്ലാസ് മാത്രം മതി, അധികമാകരുത്. പിന്നെ തൈര്, ചീസ്, പനീർ ഇവയും കൊടുക്കാം. തൈര് കൊടുക്കുന്നത് ദഹനത്തിനും നല്ലതാണ്. അടുത്തതായി, അയൺ ആൻഡ് വിറ്റമിൻസ്. അയൺ രക്തം കൂടാനും കുഞ്ഞിന് നല്ല ഉന്മേഷം ഉണ്ടാകാനും സഹായിക്കുന്നു. അയണിൻ്റെ ഉറവിടമായ ചീര, ഈന്തപ്പഴം, മുട്ടയുടെ മഞ്ഞ ഇവ കുഞ്ഞിന് നൽകാം. പിന്നെ വിറ്റമിൻ എ ആൻഡ് സി, അതായത് കാഴ്ചശക്തിക്കും ചർമ്മത്തിൻ്റെ ഭംഗിക്കും ക്യാരറ്റ്, പപ്പായ, ഓറഞ്ച് എന്നിവ ശീലിപ്പിക്കുക. അപ്പോൾ ഡയറ്റ് പ്ലാൻ നമുക്ക് നോക്കാം. തിങ്കളാഴ്ച നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി കൊടുക്കാം. കറിയായി സാമ്പാർ നൽകാം. എരിവില്ലാത്ത കഷ്ണങ്ങൾ കുഞ്ഞിന് വേവിച്ചുടച്ച് ഇഡലിയുടെ കൂടെ നൽകാം. ഉച്ചഭക്ഷണമായി ചോറ്, എരി കുറഞ്ഞ മീൻകറി, തോരൻ എന്നിവ നൽകാം. വൈകുന്നേരം നേന്ത്രപ്പഴം പുഴുങ്ങിയത് കൊടുക്കാം. ഡിന്നർ രാത്രിയിൽ ചപ്പാത്തി പാലിൽ കുതിർത്ത് നൽകാം. ചൊവ്വാഴ്ച ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും നൽകാം, എരിവില്ലാത്തത്. ഉച്ചഭക്ഷണമായി ചോറ്, മുട്ട പൊരിച്ചത്, പരിപ്പ് നൽകാം. പരിപ്പെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മൈസൂർ ഡാലാണ്. അടുത്തത്, വൈകുന്നേരം അവൽ നനച്ചത് കൊടുക്കാം. അത്താഴത്തിനായി ഉപ്പുമാവും ചെറിയ പഴവും നൽകാം. ബുധനാഴ്ച പാലപ്പം, വെജിറ്റബിൾ സ്റ്റൂ കൊടുക്കാം. ഉച്ചഭക്ഷണമായി ചോറ്, എരിവ് കുറഞ്ഞ ചിക്കൻ കറി നൽകാം. വൈകുന്നേരം ഒരു ആപ്പിൾ പുഴുങ്ങി നൽകാം. അത്താഴത്തിന് ഇടിയപ്പവും പാലും നൽകാം. വ്യാഴാഴ്ച പുട്ടും പയറും നൽകാം. ഉച്ചഭക്ഷണമായി ചോറ്, പരിപ്പ് കറി നൽകാം. കൂടെ ചീരത്തോരൻ
കൊടുക്കാം. വൈകുന്നേരം ഒരു മുട്ട പുഴുങ്ങിയത് കൊടുക്കാം. അത്താഴത്തിനായി ഓട്സ് കുറുക്കിയത് നൽകാം. വെള്ളിയാഴ്ച ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും നൽകാം. ഉച്ചയ്ക്ക് ചോറും മീൻ വറുത്തതും കൊടുക്കാം. വൈകുന്നേരം ബിസ്ക്കറ്റും പാലും നൽകാം. അത്താഴത്തിന് വേണ്ടി ഗോതമ്പിൻ്റെ കഞ്ഞി കൊടുക്കാം. ശനിയാഴ്ച ഉപ്പുമാവും പഴവും കൊടുക്കാം. ഉച്ചഭക്ഷണമായി നെയ്ച്ചോറും പരിപ്പും തൈരും നൽകാം. വൈകുന്നേരം മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് കൊടുക്കാം. അത്താഴത്തിനായി ദോശയും പയറുകറിയും കൊടുക്കാം. ഞായറാഴ്ച പൂരിയും കിഴങ്ങ് കറിയും കൊടുക്കാം. ഉച്ചഭക്ഷണമായി ചോറ്, ചിക്കൻ കറി, തോരൻ നൽകാം. വൈകുന്നേരം ഏത്തപ്പഴം പുഴുങ്ങിയത് കൊടുക്കാം. അത്താഴത്തിനായി ഇഡലിയും ചമ്മന്തിയും കൊടുക്കാം. ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് കൂടെ മറുപടി പറയുന്നുണ്ട്. കുട്ടി ഭക്ഷണം തുപ്പിക്കളയുന്നു, എന്ത് ചെയ്യണം? 2 വയസ്സിൽ ഇതൊരു സാധാരണമായ കാര്യമാണ്. നിർബന്ധിച്ച് കഴിപ്പിക്കാതെ കളിക്കിടയിൽ ഭക്ഷണം നൽകാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് നൽകുന്ന ചോറിൻ്റെ കൂടെ 1/2 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കുഞ്ഞിന് നൽകുന്നത് കുഞ്ഞിൻ്റെ തൂക്കം വേഗത്തിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായി അറിയിക്കാം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.